നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. വിവാദങ്ങളുടെ ചൂടിൽ വീണ്ടും ശ്രദ്ധ നേടുകയാണ് കേരള സ്റ്റോറി 2. എന്നാൽ ഇപ്പോൾ ചർച്ച സിനിമയുടെ കഥയല്ല, പേരാണ്. യുവതികളെ നിർബന്ധിത മതപരിവർത്തനത്തിനും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുമായി ഉപയോഗിക്കുന്നുവെന്ന വിവാദ പ്രമേയമാണ് ചിത്രത്തിന്റെ അടിസ്ഥാനം. ഇതേ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ പേരിൽ നിന്ന് കേരള എന്നത് നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. KC ചന്ദ്രമോഹനൻ അടക്കമുള്ള ഹർജിക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാദം ഈ കഥ സാങ്കല്പികമാണെങ്കിൽ അത് വ്യക്തമാക്കണമെന്നും കൂടാതെ കേരള എന്ന പേര് ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നുമാണ്. ഹർജി അടുത്ത ദിവസം കോടതിയുടെ പരിഗണനയിൽ വരാനിരിക്കെയാണ് വിഷയത്തിൽ വീണ്ടും ചൂടുപിടിക്കുന്നത്. രാഷ്ട്രീയവും സാമൂഹികവുമായ ചർച്ചകളാണ് സിനിമയെ സംബന്ധിച്ചിപ്പോൾ നടക്കുന്നത്. ചിത്രം റിലീസ് ചെയ്തെങ്കിലും പല തിയേറ്ററുകളിലും ആളില്ലാത്തതിനെ തുടർന്ന് ഷോകൾ റദ്ദാക്കേണ്ടി വന്നിരുന്നു. ഇതും വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. മുൻപ് ചിത്രത്തിന്റെ പ്രദർശനത്തിനെതിരെ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇടക്കാല വിലക്ക് നൽകിയിരുന്നു. എന്നാൽ നിർമ്മാതാക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതോടെ പ്രദർശനാനുമതി ലഭിച്ചു. അതേസമയം വിലക്ക് നിലനിൽക്കുന്നതിനിടെ ടിക്കറ്റ് വിൽപ്പന നടത്തിയെന്നാരോപിച്ച് കോടതിയലക്ഷ്യ പരാതിയും ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ ചിത്രം കേരളത്തെ അപമാനിക്കുന്നതാണെന്ന് വിമർശനവുമായി എത്തിയിരുന്നു. എന്നാൽ അണിയറ പ്രവർത്തകർ പറയുന്നത് ചിത്രം കേരളത്തെക്കുറിച്ചല്ലെന്നും മറിച്ച് ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചാണെന്നുമാണ്. എന്തായാലും സംഭവത്തിലിപ്പോൾ കോടതിയുടെ വിധി കാത്തിരിക്കുകയാണ് കേരള ജനത.